മുളന്തുരുത്തി പള്ളിയിൽ പോലീസിന് നേരെ ആക്രമണമുണ്ടായി. ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിലാണ് പോലീസ് ഇടപെട്ടത്. ഇതിനിടയിൽ മുളന്തുരുത്തി സ്വദേശി ഏബൽ സജി സിയുടെ മുഖത്ത് അടിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏബലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയിലാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് ഓർത്തഡോക്സ് യാക്കോബായ തർക്കമുണ്ടായി. അതിൽ പോലീസ് സ്വാഭാവികമായി ഇടപെടുകയായിരുന്നു. അതിനിടയിലാണ് മുളന്തുരുത്തി സ്വദേശി ഏബൽ സജി സിയുടെ മുഖത്ത് അടിച്ചത്. ബിനിലാണ് വിവരങ്ങളുമായി ചേർന്നത്. ബിനിൽ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു വലിയ സംഘർഷമായിരുന്നു. മാത്രമല്ല രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, സംഘർഷം എന്ന നിലയിലേക്ക് ഈ പള്ളിയിലെ തിരുനാൾ ആഘോഷം അത് മാറുമ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഇടപെടലുണ്ടാകും. ഇന്നലെ സംഭവിച്ചത് എന്താണ്? രതീഷ്, ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിന്റെ ആഴമൊക്കെ നമുക്കറിയാം. പല സ്ഥലങ്ങളിലും ഇത് സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യും. ഇന്നലെ മുളന്തുരുത്തിയിലും ഉണ്ടായത് സമാനമായൊരു സംഭവമാണ്. മുളന്തുരുത്തിയിൽ ഇരു വിഭാഗങ്ങളുടെയും ജൂബിലി തിരുനാൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികൾ മാർത്തോമൻ പള്ളിയിലും യാക്കോബായ സഭാ വിശ്വാസികൾ തൊട്ടടുത്തുള്ള ചാപ്പലിലുമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിനിടയിൽ ഈ യാക്കോബായ വിഭാഗത്തിന്റെ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ മാർത്തോമൻ പള്ളിയിൽ നിന്ന്, അതായത് ഓർത്തഡോക്സ് വിഭാഗത്തിന് പ്രാർത്ഥന നടത്തുന്ന പള്ളിയിൽ നിന്ന് വാദ്യോപകരണങ്ങൾ ഉച്ചത്തിൽ വാദ്യഘോഷങ്ങൾ മുഴക്കി എന്നതാണ് ഇതിൻ്റെ ഒരു തർക്കത്തിൻ്റെ തുടക്കം. അപ്പോൾ പോലീസ് ഇരു കൂട്ടരും തമ്മിലുള്ള ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വാദ്യഘോഷങ്ങൾ വലിയ ഉച്ചത്തിൽ ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായി ഉപയോഗിച്ചു എന്നതായിരുന്നു പരാതിക്കിടയായത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുളന്തുരുത്തി CI മനേഷ് ഈ ഓർത്തഡോക്സ് വിഭാഗം നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ വെച്ച സംസാരത്തിനിടയിലാണ് പോലീസിനെ ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. 33 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്കെതിരെയാണ്. അവിടെ ഈ CI ആ സംഘർഷത്തിനിടയിൽ മുഖത്തടിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് മുഖത്തേക്ക് അടിക്കുകയാണ് ചെയ്തത്. മുളന്തുരുത്തി സ്വദേശി ഏബലാണ് CI മനേഷിന്റെ മുഖത്തടിക്കുന്നത്. അപ്പോൾ തന്നെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തുകയും ഏബലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏബലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഉണ്ടാകും ഇക്കാര്യത്തിൽ എന്നതാണ് എറണാകുളം റൂറൽ SP അടക്കം അറിയിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക് ഇന്നലെ തന്നെ റൂറൽ SP അടക്കം സംഘർഷ അന്തരീക്ഷമുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട് എന്ന പോലീസ് റിപ്പോർട്ടുകൾ, ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ, അത്തരം റിപ്പോർട്ടുകളും സാധ്യതകളും ഒക്കെ പോലീസ് മുൻകൂട്ടി കണ്ടതാണോ? സംഘർഷം ഒഴിവാക്കാൻ ഏതെങ്കിലും തരത്തിൽ പുരോഹിതരുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഇടപെടൽ നടപടി ഉണ്ടായിരുന്നോ? എന്താണ് അവിടുത്തെ ഒരു പൊതു അന്തരീക്ഷം? രതീഷ്, ഈ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നൊരു ഇടമാണ്. അവിടെ അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായും ആ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് മറുവിഭാഗത്തിന്റെ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ ഓർത്തഡോക്സ് വിഭാഗം ആരാധന നടത്തുന്ന പള്ളിയിൽ നിന്ന് ഈ വാദ്യഘോഷങ്ങൾ അടിച്ച് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കരുത് എന്നൊരു നിർദ്ദേശം പോലീസ് ഇരു വിഭാഗങ്ങൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വാദ്യഘോഷങ്ങളിലൂടെ വലിയ ശബ്ദം പുറത്തേക്ക് പുറപ്പെടുവിച്ച് എതിർ വിഭാഗത്തെ പ്രകോപിപ്പിച്ചു എന്നതാണ് അവരുടെ പരാതി. ആ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് സംഘം ഈ പള്ളിക്കകത്ത് കയറി നിങ്ങൾ ശാന്തരാകണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ സമയത്താണ് പൊടുന്നനെ മുളന്തുരുത്തി CI അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ വലിയ തരത്തിൽ എതിർപ്പുണ്ടാകുന്നതും CIയുടെ മുഖത്തടിക്കുന്നത് പോലെയുള്ള കൃത്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തി മുളന്തുരുത്തി സ്വദേശി ഏബലാണ്. ഏബലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരു ഡെന്റൽ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ഇത് വിദ്യാഭ്യാസം മുഴുവിപ്പിച്ചിട്ടില്ല എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ പരിശോധനയിൽ മനസ്സിലായിരിക്കുന്നത്. വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇതിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ പോകുമെന്നാണ് എറണാകുളം റൂറൽ പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘർഷത്തിനിടയിലാണ് CIയുടെ മുഖത്ത്
ഒരു ചെറുപ്പക്കാരൻ അടിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സംഘർഷാന്തരീക്ഷത്തിൽ ഇടപെടുകയായിരുന്നു പോലീസ്. അപ്പോഴാണ് ഏബൽ സജി എന്നയാൾ സിയുടെ മുഖത്ത് അടിച്ചത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ കടുത്ത നിയമ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബിനിൽ റിപ്പോർട്ട് ചെയ്യുന്ന അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്.